മണ്ഡല പുനർനിർണയം നടത്തി വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. ഭേദഗതി ബില്ല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാണെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത് മേൽക്കൈ നൽകുമെന്നും ഇന്നലെ ജോൺ ബ്രിട്ടാസ് MP പ്രതികരിക്കുകയുണ്ടായി. അതുമാത്രമല്ല, സോണിയാഗാന്ധിയും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചു. അപ്പോൾ ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മളോടൊപ്പം ഫെമിന കൂടി ദില്ലിയിൽ നിന്നും ചേരുകയാണ്. ഫെമിന, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായും ഈ ഒരു ഭേദഗതി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഒരു ഗൂഢനീക്കമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അപ്പോൾ അടുത്ത പാർലമെന്റ് സെഷൻ ആരംഭിക്കുമ്പോൾ ഇതൊരു വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്? സിന്ധൂരി, ഈ വനിതാ സംവരണമല്ല പ്രശ്നം, മറിച്ച് മണ്ഡല പുനർനിർണയം നടത്തി ഇത് ഒരു പ്രത്യേകിച്ച് ഇലക്ഷൻ നടക്കുന്ന പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം നടത്തി വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള BJP സർക്കാരിൻ്റെ ഗൂഢലക്ഷ്യത്തെയും രാഷ്ട്രീയ താൽപ്പര്യങ്ങളെയുമാണ് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി വ്യക്തമാക്കിയത് അതുതന്നെയാണ്. വനിതാ സംവരണമല്ല പ്രശ്നം, മറിച്ച് മണ്ഡല പുനർനിർണയം നടത്തുവാനുള്ള തീരുമാനമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് കേന്ദ്രത്തിന് ഇപ്പോൾ നിലവിലുള്ള സീറ്റുകളിൽ തന്നെ വനിതാ സംവരണം നടപ്പിലാക്കിക്കൂടാ എന്ന പ്രസക്തമായ ചോദ്യമാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുന്നത്. പക്ഷേ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നത് 2011 സെൻസസ് പ്രകാരം മണ്ഡല പുനർനിർണയം നടത്തിക്കൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കാം. 2019 വനിതാ സംവരണം നടപ്പിലാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. 21ാം നൂറ്റാണ്ടിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും വനിതാ സംവരണം എന്നൊക്കെ BJP പറയുന്നുണ്ട് എങ്കിൽ പോലും അതിന് പിന്നിലുള്ള രാഷ്ട്രീയ താൽപ്പര്യത്തെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത് ഇത്തരത്തിൽ ഈ ലോക്സഭയിൽ 50% സീറ്റ് വർധനവ് നടത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇതെല്ലാം കുടുംബാസൂത്രണ പ്രവർത്തനങ്ങളിലടക്കം മികവ് പുലർത്തിയ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകും, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകും. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ മുൻതൂക്കം ലഭിക്കുന്നതിന്, മേൽക്കൈ ലഭിക്കുന്നതിന് ഇത് കാരണമാകുമെന്നൊരു വിമർശനമാണ് മുൻപോട്ട് വെച്ചത്. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ അതിനൊരു പ്രസക്തിയുണ്ട്. കാരണം ഉത്തർപ്രദേശിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ വോട്ടർമാർ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഇതിലെല്ലാം ഒരു രാഷ്ട്രീയ താല്പര്യം BJPക്കുണ്ട് എന്നതാണ് പ്രസക്തമാകുന്നത്. നേരത്തെ 2023 ഈ ബില്ല് പാസ്സാക്കുമ്പോൾ 2027 സെൻസസ് പ്രകാരം നടത്താമെന്നൊരു വ്യവസ്ഥയിന്മേൽ അന്ന് ഐക്യകണ്ഠേന പാസ്സാക്കിയ ഒരു ബില്ലിലാണ് ഇപ്പോൾ ഒരു തിരക്ക് പിടിച്ച ഒരു ഭേദഗതിക്ക് കേന്ദ്രം ഒരുങ്ങുന്നത്. ഈ സോണിയാഗാന്ധി ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് 2021 നടക്കേണ്ട സെൻസസ് വൈകിപ്പിച്ചത് കേന്ദ്രമാണ്. ഒരുപക്ഷെ അന്ന് ആ സെൻസസ് നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ വനിതാ സംവരണം നടപ്പിലാക്കാമായിരുന്നു. ഇപ്പോൾ ഏറെ വിശാലമായ ചർച്ചകൾ ആവശ്യമുള്ളൊരു കാര്യമാണ് മണ്ഡല പുനർനിർണയം നടത്തുക എന്നുള്ളത്. കാരണം 2011 സെൻസസ് എന്ന് പറയുന്നത് 16 വർഷം പഴക്കമുള്ള ഒരു സെൻസസ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡല പുനർനിർണയം നടത്തുക എന്ന് പറയുന്നത് എത്രമാത്രം പ്രായോഗികമാണ് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാസ്റ്റ് സെൻസസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു കേന്ദ്രം ഒരു പിന്നോട്ട് പോകുന്ന ഒരു സമയത്ത് കൂടി ഒരു വിശാലമായ ചർച്ചകളൊന്നുമില്ലാതെ ഇത്തരത്തിൽ തിരക്ക് പിടിച്ച് ഇത് നടത്തുന്നതിനെതിരെയാണ് വിമർശനം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നത് തങ്ങൾ വനിതാ സംവരണത്തിനല്ല എതിര്, മറിച്ച് വിശാലമായ ചർച്ചകളില്ലാതെ ഇത്രയും വേഗത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് നടപ്പിലാക്കാനുള്ള കേന്ദ്രത്തിൻ്റെ തിരക്കുപിടിച്ച നീക്കത്തിനെയാണ് തങ്ങളെതിര് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ, CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. ഏപ്രിൽ 16 പാർലമെന്റിൽ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്ത് നടപ്പാക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. എന്നാൽ ഒരു സർവകക്ഷി യോഗം ഇതിന്മേൽ വിളിക്കണമെന്ന് എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും കേന്ദ്രം അത് ഇതുവരെ ചെവികൊണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് ഇത്രയും ഒരു തിടുക്കം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ചോദ്യം ചെയ്യുന്നത്. എന്തായാലും കോൺഗ്രസും അതുപോലെ AAPയും JDയും പോലെയുള്ള പാർട്ടികളെല്ലാം തന്നെ അവരുടെ MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. നിർബന്ധമായും ഈ 16 മുതൽ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും പാർലമെന്റ് വേദിയാകുമെന്നതിൽ ഒരു സംശയവുമില്ല. സിന്ധൂരി.
ശരി ഫെമിന പറഞ്ഞതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന പ്രതിഷേധത്തിന്റെ സ്വരമാണ് പാർലമെന്റിൽ നിന്നും ഏറ്റവും പ്രധാനമായും നമ്മളിലേക്ക് തേടിയെത്തേണ്ടത്.